Hello everyone, welcome to my classes. Today we are going to discuss about the pre-stressed concrete. This is extremely a very new term. That is, it is something different from the conventional concrete that we are using today. It's a very different term, that is pre-stressed concrete. How a pre-stressed concrete is prepared. This is how the a concrete slab which is constructed by means of pre-stressed concrete cables. Actually in pre-stressing നമ്മൾ cables ആണ് ഉപയോഗിക്കുന്നത്. ഈ cables നമ്മൾ വലിച്ച് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു നീട്ടും. അതിനുശേഷം നമ്മൾ ഇതൊരു മോൾഡാണ്. ഈ മോൾഡിലേക്ക് കോൺക്രീറ്റ് pour ചെയ്യാണ്. അതിനുശേഷം ഈ cables കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് pre-stressed concrete എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കോൺക്രീറ്റ് pre-stressed concrete എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ reinforced സിമെന്റ് കോൺക്രീറ്റിന്റെ കൂടെ ചെയ്യാം. ഇനി അതില്ലാതെ നല്ല ഒരുപാട് ഫ്രസീനെറ്റ് കേബിൾസ് ഒക്കെ ഉണ്ട്. ഇതിനെ ഫ്രസീനെറ്റ് കേബിൾസ് എന്നൊക്കെ ഇതിനെ പറഞ്ഞത്. ആ കേബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പ്രീ സ്ട്രെസ്സിങ്. വൈഡ്ലി ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന പ്രീ സ്ട്രെസ്ഡ് സ്ലാബ്സ് ഒക്കെയാണ്. നമ്മുടെ RCC സ്ലാബ്സ് ഒക്കെ ഔട്ടായി കഴിഞ്ഞു. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ്ങിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ന്യൂ ജനറേഷനിൽ പുതിയ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീകാസ്റ്റ് ചെയ്ത് പ്രീ സ്ട്രെസ്ഡ് ആയ സാധനങ്ങളാണ് വരുന്നത്. അതായത് സൈറ്റിൽ ചെയ്യാം, ഇനി ചെയ്തിട്ട് വേണം കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾ വായിക്കൂ. The concrete in which internal stresses are intentionally induced in a systematic planned manner such that the stresses resulting from a superimposed load get counterbalanced to a desired degree is called a pre-stressed concrete. ഇതിപ്പോ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, മാഷിന്റെ മെക്കാനിസം പറഞ്ഞു ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. The principle of pre-stressing of concrete consists of inducing sufficient compressive stress in concrete before a member is subjected to load. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അടുത്ത സ്ലൈഡ് കണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. സാധാരണ ഒരു ബീമാണ് അല്ലെ, സാധാരണ ഒരു ബീമാണ്. ആ ബീമിൽ എങ്ങനെയാണ് നമ്മൾ കയറി നിന്നാ എന്താവും? അത് ബെൻഡിങ് ആവും അല്ലെ. പിന്നെ ഫ്ലക്ഷർ അല്ലെങ്കിൽ ബെൻഡിങ് എന്ന് പറയും. ഇത് പറയും ഫ്ലക്ഷർ അല്ലെങ്കിൽ ബെൻഡിങ്. ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. സാധാരണ നിങ്ങൾ ഒരു ടിമ്പർ ബീമോ എന്തെങ്കിലും ഒരു ബീമോ ഒരു മരക്കഷ്ണം എടുത്ത് അതിന്റെ മേലെ കയറി അത് ഇങ്ങനെ നടുവിലുത്താവും ഇല്ലേ? കറക്റ്റ് ആണ്. എലാസ്റ്റിക് ആണ്, നടുവിലുത്താവും. അപ്പം അടിഭാഗത്ത് എന്താണ്? ടെൻഷൻ ആണ്, മുകളിൽ ആക്ച്വലി കംപ്രഷൻ ആണ്. ഓക്കെ, അടിഭാഗത്തെ നീളം കൂടുകയും മുകളിലത്തെ ഭാഗത്തെ എലമെന്റ്സ് എല്ലാം കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രീ സ്ട്രെസ്സിംഗ് മെക്കാനിസത്തിൽ നോർമൽ കോൺക്രീറ്റ് ബീമിന്റെ കൺസെപ്റ്റ് ആണ്. നോർമൽ കോൺക്രീറ്റ് ബീം എന്ന് പറഞ്ഞാൽ സ്റ്റീലും ഉണ്ടാവും കോൺക്രീറ്റും ഉണ്ടാവും. അത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഇനി RCC ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ടെൻഡൻസ് വലിച്ചു നീട്ടാണ്. രണ്ട് സൈഡിൽ നിന്ന് ഒരു വടം പിടിച്ച് വലിക്കാൻ നിങ്ങൾ ആലോചിച്ചു. ഒരു വടം പിടിച്ച് വലിക്കാണ്. ഞാനും പിടിച്ച് വലിക്കാന്ന്, ആ സൈഡിൽ നിന്ന് വേറൊരാൾ പിടിച്ച് വലിക്കാണ്. അതിനുശേഷം ആ പിടിച്ച് വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പിടിച്ച് വലിക്കുന്ന അതേ സമയത്ത് തന്നെ കോൺക്രീറ്റ് ഇതിൽ പോകും. ഒരു മോൾഡ് ഉണ്ടാവും. മോൾഡിന്റെ നടുക്കാണ് നമ്മൾ ഈ വടം വെച്ചില്ലേ, വടം പിടിച്ച് വലിക്കുന്നു, കോൺക്രീറ്റ് pour ചെയ്യുന്നു. ഓക്കെ, ഈ കോൺക്രീറ്റ് pour ചെയ്ത് കോൺക്രീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം, ഫൈനൽ സെറ്റിംഗ് നടന്നതിന് ശേഷം ഈ കേബിൾസ് കട്ട് ചെയ്യും നമ്മൾ രണ്ട് സൈഡിൽ. ആ ചിത്രമാണ് പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കേബിൾ രണ്ട് സൈഡിൽ ടെൻഡൻസ് ആങ്കർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക്. ഈ ആങ്കർ ചെയ്തെടുക്കുന്നത് ടെൻഡൻസ് കട്ട് ചെയ്യും. കട്ട് ചെയ്താൽ ഈ പുറത്തോട്ടുണ്ടായ ടെൻഷൻ ഫോഴ്സ് ഉടൻ തന്നെ നേരെ തിരിച്ചു വരികയാണ്. അതൊരു കംപ്രഷൻ ആണ്. ആ കംപ്രഷൻ കാരണം ഇത് മുകളിലോട്ട് ബെൻഡ് ചെയ്യും. എങ്ങനെ ബെൻഡ് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്ന് പിടിച്ച് വലിച്ച് കോൺക്രീറ്റ് ഇട്ടു, കോൺക്രീറ്റ് ഹാർഡൻ ചെയ്തതിന് ശേഷം നമ്മളത് മുറിക്കും. അപ്പൊ ആ ടെൻഡന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന, ആ ബീമിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പിന്നീട് ഉണ്ടാവുന്ന ഫോഴ്സ് ഉള്ളോട്ടായിരിക്കും. നമ്മൾ ആദ്യം പിടിച്ചു വലിച്ച സാധനത്തിന് നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലേ, കട്ട് ചെയ്ത് വിട്ടാൽ എന്താവും? അത് ഉള്ളോട്ടൊരു തള്ളലാണ്. അതാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് നേരെ അപ്വേർഡ് ആയിരിക്കും. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും? നേരെ അപ്വേർഡ് ഉള്ള ഒരു ഫോഴ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ആക്ച്വലി നമ്മുടെ ലോഡ് എങ്ങനെയാ വരുക? മുകളിൽ നിന്ന് താഴോട്ടല്ലേ വരുക? മുകളിൽ നിന്ന് താഴോട്ടാണ് ലോഡ് വരിക. ഇങ്ങനെ അപ്വേർഡ് ഇന്റേണൽ ഫോഴ്സ് ഉള്ള ഒന്നിന്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കുന്നു വരിക. അപ്പൊ എന്താവും? ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും ഈ മുകളിലത്തെ ലോഡ് കാരണമുള്ള ഫോഴ്സും തമ്മിൽ ബാലൻസ് ചെയ്യും. ഒരു ബാലൻസിങ് ടെക്നോളജി ഇവിടെ നടക്കും. ഇതാണ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന്റെ ടെക്നോളജി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. വലിച്ചു പിടിക്കുന്നു, അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടാവും. അതിനുശേഷം കോൺക്രീറ്റ് pour ചെയ്യുന്നു, അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ എന്താവും? ഉള്ളോട്ട് കംപ്രഷൻ വരുന്നു, ബീം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബെൻഡ് ആവും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബെൻഡ് ആവുമ്പോൾ ഈ ലോഡ് കാരണമുള്ള ബെൻഡിങ്ങും
ഈ പ്രീസ്ട്രസ് കാരണമുള്ള ബെൻഡിങ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ അത് ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു സാധാരണ ബീമായിട്ട് നിൽക്കും. ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ ഇങ്ങനെ, ഓക്കെ, ബെൻഡിങ് ഇങ്ങനെ, പ്രീസ്ട്രസിങ് കാരണമുള്ള ബെൻഡിങ് ഇങ്ങനെ, ഒന്ന് ഡൗൺവേർഡ് ഒന്ന് അപ്വേർഡ്. ഒരു ഡൗൺവേർഡ് ഫോഴ്സും ഒരു അപ്വേർഡ് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിൽ ബാലൻസ് ഈച്ച് അതർ, റൈറ്റ്? അപ്പൊ അങ്ങനെയാണ് ഈ പ്രീസ്ട്രസിങ് കൺസെപ്റ്റ് വരുന്നത്. അങ്ങനെയാണ് ഈ പ്രീസ്ട്രസിങ് കൺസെപ്റ്റ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് വായിക്കും. The concrete in which internal stresses are intentionally induced in a systematic planned manner such that the stresses resulting from the superimposed loads, okay, അതെന്തും ആയിക്കോട്ടെ, superimposed loads get counterbalanced to a desired degree is called pre-stress. ഒരു counterbalance ആണ്. superimposed ലോഡ് ആ ഓൺ ലോഡാണ്, പിന്നെ സെൽഫ് വെയിറ്റ്, ആ സെൽഫ് വെയിറ്റ് എന്താവും, അല്ലെങ്കിൽ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ലോഡ് ഇമ്പോസ്ഡ് ലോഡാണ് വരുന്നത്. സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, വാൾ ലോഡ്, അങ്ങനെയുള്ള സ്ട്രക്ചറിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ആ ലോഡ് എന്താവും, ഇതിന്റെ മേലെ ആക്ട് ചെയ്യും. അതിനെ ഏതാണ് ബാലൻസ് ചെയ്യുന്നത്, ഈ പ്രീസ്ട്രസിങ് ഫോഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. രണ്ട് സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന് വലിച്ചിട്ട് ഇവിടെ ആങ്കർ ചെയ്തു, അപ്പർ സൈഡിൽ ആങ്കർ ചെയ്യും. ഇത് മോൾഡ് ആണ്. അതിനുശേഷം കോൺക്രീറ്റ് ഇവിടെ പോർ ചെയ്യും. കോൺക്രീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മുറിക്കും, കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും, അതിന് തൊട്ടപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്യും. ഇങ്ങനെയാണ് പ്രീസ്ട്രസിങ് ചെയ്യുന്നത്. The principle of pre-stressed concrete consists of inducing sufficient compressive stress in concrete before a member is subjected to നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ പോസ്റ്റുകളൊക്കെ ഇല്ലേ, ഏത് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ, ദേ ആർ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സ്. അത് ഇതേപോലെ വലിച്ചു അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവത്തിൽ നല്ല ഹൈറ്റ്, നല്ല നീളം, നല്ല സ്പാനിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിന്റെ ആനുകൂല്യം. The pre-induced compressive stress in concrete neutralizes the tensile stress developed due to internal load. ടെൻസൈൽ ഫോഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ടെൻസൈൽ ഫോഴ്സ് ആണ്, ഡൗൺവേർഡ് ഫോഴ്സ്. ഇത് കംപ്രഷൻ ആണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഈ രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, അൾട്ടിമേറ്റ്ലി സീറോ ഫോഴ്സ് ആണ് അതിലുള്ളത്, റൈറ്റ്? In a pre-stressed member, the entire cross section becomes effective for resisting bending and danger of cracking is minimized. അപ്പോ ഇതൊരു ബെസ്റ്റ് മെത്തേഡ് ആണ്, നല്ല ടെക്നിക്കാണ്. അപ്പൊ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നതാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പ്രീ ടെൻഷനിങ് ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ പ്രീ ടെൻഷനിങ് ആണ്. ഓക്കെ, പ്രീ ടെൻഷനിങ് ആണ്. നെക്സ്റ്റ് പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്. അത് പ്രീ ടെൻഷനിങ് ഒന്നും കൂടെ നമുക്ക് പറയാം. ഞാൻ പ്രീ സ്ട്രെസിന്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇൻ ദിസ് മെത്തേഡ് ദ ടെൻഡൻസ്, ഞാൻ ടെൻഡൻ എന്ന് പറഞ്ഞാൽ കേബിൾസ് ആണ്. ഇതാണ് ടെൻഡൻസ്. ഒരുപാട് ടെൻഡൻസ് ഉണ്ടാവും. they are pulled between two ends, bulk head prior to casting. ഇതിന്റെ ബൾക്കായിട്ട് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ വലിച്ചു നീട്ടും രണ്ട് സൈഡ്. ഇതൊരു പ്രീ ടെൻഷന്റെ സ്ലാബാണ് കൺസ്ട്രക്ട്. ഇതൊരു സ്ലാബാണ്, പ്രീ ടെൻഷന്റെ സ്ലാബാണ് കൺസ്ട്രക്ട്. അപ്പൊ എന്ത് ചെയ്യും, കുറെ ദ്വാരങ്ങളാക്കിയിട്ട് നമ്മൾ അതിലൂടെ ഈ കേബിൾസ് വലിച്ചു നീട്ടും. ഓക്കെ, വലിച്ചു നീട്ടി. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കേബിൾസ് ആണ്. വയർ ഉണ്ട്, കേബിൾ ഉണ്ട്, പലതും ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ആണ്. അത് വലിച്ചു നീട്ടിയതിന് ശേഷം ആ ടെൻഡൻസ് അതിന് പറഞ്ഞു, ശ്രദ്ധിക്കണം, ടെൻഡൻ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് അപ്ലൈ ചെയ്യുന്നു. കോൺക്രീറ്റ് ഓക്കെ ആയതിനു ശേഷം ഇവിടുന്ന് കട്ട് ചെയ്ത് വിടണം. അങ്ങനെ വെച്ചാൽ ഇത് കട്ട് ചെയ്ത് വിട്ടൊരവസ്ഥയിലായി. ഇത് കട്ട് ചെയ്ത് വിട്ടതിലാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ ഒന്നും റെസ്ട്രെയിൻസ് ഇല്ല. This pre-stress is later transferred to concrete due to bonding between the concrete and tendon. അപ്പോ നല്ല ബോണ്ടിങ് അതിന് ശേഷം കിട്ടുമെന്നാണ്. ഇതാണ് പ്രീ ടെൻഷൻ. അതായത് കാസ്റ്റിംഗ് എന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കേബിൾസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഈ കേബിൾസ് ഇതാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത്, അത് പോസ്റ്റ് ടെൻഷൻ പറയാം. അതിന് മുന്നേ രണ്ട് ജാക്ക് ഉപയോഗിക്കുന്നു, രണ്ട് സൈഡിൽ വലിച്ചു നീട്ടുന്നു, കോൺക്രീറ്റ് പോർ ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ മുറിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇതാണ് പ്രീ സ്ട്രെസിന്റെ 3 സ്റ്റേജസ്. ഇനി പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ്. അത് പ്രീ ടെൻഷനിങ്, ഇത് പോസ്റ്റ് ടെൻഷനിങ് ആണ്. ഇത് കോൺക്രീറ്റ് എല്ലാം കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു ഹോൾ ഇട്ട് വെക്കും. ഒരു ഹോള് ഇപ്പൊ ഈ സ്ലാബിൽ ഇട്ട് വെക്കും. അതൊരു പൈപ്പ് വെച്ചിട്ട് ഹോൾ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫ്രസിനെറ്റ് കേബിൾസ് അല്ലെങ്കിൽ ടെൻഡൻസ് അതിന് ശേഷം ഇൻസേർട്ട് ചെയ്യും. ലേറ്റർ ഇൻ ദ പോസ്റ്റ് ടെൻഷൻ ആ കേബിൾസ് ലേറ്റർ ഇൻസേർട്ട് ചെയ്ത് വലിച്ച് പിടിച്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഗ്ലൂ ചെയ്യും. ഇത് എങ്ങനെയാ ഗ്ലൂ ചെയ്യുന്നത്? ദിസ് ടെൻഡൻസ് ആർ ഇൻസ്റ്റാൾഡ് ബൈ ഡക്റ്റ് പൈപ്പ്. ഞാൻ പറഞ്ഞ ഒരു പൈപ്പ്, ഇതാണ് ഡക്റ്റ് പൈപ്പ്. ഇൻ ദ സ്ട്രക്ചർ PSC ഗർഡർ. PSC ഗർഡർ
പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗേർഡറിൽ ഇത് ഗേർഡർ ആണ്. ഗേർഡർ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ലാബ് നമ്മളെ ബ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന സാധനം ഗേർഡർ. വിച്ച് ദ ആഫ്റ്റർ സ്ട്രെസ്സിംഗ് പ്രോസസ് ആർ സ്കീൽഡ് വിത്ത് എ മിക്സ് ഓഫ് സിമെന്റ് പ്ലസ് വാട്ടർ പ്ലസ് ഇൻട്രാ പ്ലാസ്റ്റർ. സിമെന്റ്, വാട്ടർ, ഇൻട്രാ പ്ലാസ്റ്റർ ഒക്കെ വെച്ച് നമ്മൾ ഇതിന് ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഇത് സിക്ക, സിവാക്സ് 100 എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടാനുണ്ട്. ഈ പ്രോസസ്സിനെ ഗ്രൗട്ടിംഗ് എന്നാ പറയുന്നത്. ഗ്രൗട്ടിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറഞ്ഞത്. ഇത് വലിച്ചു നീട്ടിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഇത് പോസ്റ്റ് ടെൻഷൻ എന്നാണ്. അതായത് സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വി ആർ അപ്ലൈയിങ് സം ടെൻഷൻ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ആർ അപ്ലൈയിങ് സം ടെൻഷൻ. മറ്റിലെന്തായിരുന്നു, കാസ്റ്റിംഗ് സമയത്തെ ടെൻഷൻ അപ്ലൈ ചെയ്യും, ഇത് കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ടെൻഷൻ അപ്ലൈ ചെയ്യും. റൈറ്റ്. അതുപോലെ ഇത് 2 സ്റ്റേജസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ആദ്യം ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം, കാസ്റ്റ് ചെയ്തതിനു ശേഷം 7 ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കേബിൾസിൽ എന്ത് ചെയ്യും, ഒരു പോസ്റ്റ് ടെൻഷനിങ് അപ്ലൈ ചെയ്യും. സെക്കൻഡ് സ്റ്റേജിൽ ഒരു 28 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വലിച്ചു നീട്ടിയിട്ട് ഈ ഡക്റ്റ് പൈപ്പ് നമ്മൾ ഓൾറെഡി വെച്ചു കൊടുക്കും. അതിനുശേഷമാണ് ഈ കേബിൾ, ഈ വർക്കേഴ്സ് കേബിൾ ഇൻസേർട്ട് ചെയ്തത് പ്രീ സ്ട്രെസ്സിങ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, വലിച്ചു നീട്ടിയിട്ട് ഈ ഗ്ലൂ ഒക്കെ ഇട്ട് ഗ്രൗട്ട് ഒക്കെ ചെയ്ത് ആ പോസ്റ്റ് ടെൻഷൻ അതിൽ കൊടുക്കും നമ്മൾ. ഇതാണ് പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇതാ ഒരു സൈഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊരു സൈഡ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഒരു സൈഡ് ജാക്ക് ചെയ്യും, ജാക്ക് ചെയ്തതിനു ശേഷം ഈ സൈഡിൽ നിന്ന് വലിച്ച് നീട്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ടെൻഷൻ അപ്ലൈ ചെയ്തതിന്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, അതിനുശേഷം ഗ്ലൂ ഒക്കെ ഇട്ടതിന് ശേഷം ഈ ജാക്ക് പിൻവലിക്കും, ഇവിടുന്ന് കട്ട് ചെയ്യും. അതാണ് ഈ കാണുന്നത്. ഇത് പോസ്റ്റ് ടെൻഷൻ. ഇത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. മറ്റേത് കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഡക്റ്റ്. ഈ ഡക്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു ബീമിൽ ഡക്റ്റ് കൊടുത്തിരിക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഡക്റ്റ് കൊടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇത് നിങ്ങൾ ഭാവിയിലൊക്കെ പഠിക്കാൻ പോവാണെങ്കിൽ എംടെക്കിനൊക്കെ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്, പ്രീ സ്ട്രെസ്സിംഗ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പഠിക്കാം. ബിടെക്കിൽ ഒരു എലക്റ്റീവ് ആയിട്ട് ഉണ്ട്, ഡിപ്ലോമക്കും ഒരു എലക്റ്റീവ് ആയിട്ട് ഫൈനൽ സെമ്മിൽ വേണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഈ പ്രീ സ്ട്രെസ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ്. ക്രാക്സ് ഉണ്ടാവുക, എൻറ്റയർ സെക്ഷൻ എഫക്റ്റീവ് ആയിരിക്കും. ക്രാക്സ് ഉണ്ടാവുക, എല്ലാ സെക്ഷനും ക്രോസ് സെക്ഷനും ബിക്കം എഫക്റ്റീവ്. ഡെഡ് വെയിറ്റ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ, നമ്മൾ സ്റ്റീലൊക്കെ കുറക്കാൻ പറ്റുന്ന ഉടനെ വെയിറ്റ് കുറയും. ഡ്യൂ ടു ദ കോസ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ ഓൾസോ കൺസിഡറബിളി റെഡ്യൂസസ്, അതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് കുറയും. ഫൗണ്ടേഷൻ മാത്രം ഏത് ഉപയോഗിക്കാനും കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. സോറി, ഫൗണ്ടേഷന്റെ കോസ്റ്റ് അല്ല, ഫൗണ്ടേഷന്റെ വെയിറ്റ് അടക്കം കുറക്കാൻ വേണ്ടി സാധിക്കും. വെയിറ്റും കോസ്റ്റും എല്ലാം കുറക്കാൻ വേണ്ടി സാധിക്കും. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ഹൈ ടെൻസൈൽസ്, അതായത് നമുക്ക് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിന് ഒരു ടെൻസൈൽ സ്ട്രെങ്ത് അത് മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ കോൺക്രീറ്റിന്റെ ഫുൾ കംപ്രസീവ് സ്ട്രെങ്ത്, അതിന്റെ മാക്സിമം ഒരു കോൺക്രീറ്റിന് പറ്റുന്നത് ഫുള്ള് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള പ്രീ സ്ട്രെസ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. ബിക്കോസ് ഓഫ് ഹയർ സ്ട്രെങ്ത്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ക്യാൻ ബി സേഫ്ലി യൂസ്ഡ് ഫോർ സ്ട്രക്ചേഴ്സ് ഹാവിംഗ് ലോങ്ങർ സ്പാൻ. ലോങ്ങർ ബ്രിഡ്ജസിലൊക്കെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലാബ്സ് ആണ്. ഓക്കെ, ഹെവി ലോഡ്സ്, ഇമ്പാക്ട്സ്, വൈബ്രേഷൻ, നമുക്ക് ഇപ്പൊ വരുന്ന ബ്രിഡ്ജസിലെല്ലാം പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. അവർ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം കേബിൾ ഒക്കെ വെച്ചിട്ട് അവർ ടൈറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോസ്റ്റ് ടെൻഷൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഫീൽഡ് കണ്ടിട്ടുണ്ടാവണം. ഇൻ ദ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഈസ് കൺസിഡറബിൾ. ഡിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും, അതായത് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ പ്ലെയിൻ നിന്ന് ബെൻഡിങ് എത്ര ബെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. ആ ബെൻഡിങ് വളരെ കുറവായിരിക്കും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് ഹയർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതായത് M35, നിങ്ങൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിലെ മാഷ് പഠിപ്പിച്ചല്ലേ. അപ്പൊ M35, M40 ഗ്രേഡ് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കണം, മിനിമം ഉപയോഗിക്കണം പ്രീ സ്ട്രെസ്സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ സ്റ്റീലും ഹൈ ടെൻഷൻ സ്റ്റീൽ ഉപയോഗിക്കണം. സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീ സ്ട്രെസ് ചെയ്യുമ്പോൾ വിത്ത് സ്റ്റീൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, വിത്ത് സ്റ്റീലൊക്കെ ചെയ്യാറുണ്ട്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ജനറലി ലിമിറ്റഡ് ടു മെമ്പേഴ്സ് വിച്ച് ഹാവ് ലോങ് സ്പാൻ ആൻഡ് ക്യാരി ഹെവി ലോഡ്സ്. ലോങ് സ്പാനും ഹെവി ലോഡ് ഒക്കെ വരുമ്പോൾ പ്രീ സ്ട്രെസ്സിങ് പോവാം. ഇതിന്റെ സ്പെഷ്യൽ പ്രീ സ്ട്രെസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഞാൻ പറഞ്ഞു, ആങ്കറും ഹൈഡ്രോളിക് ജാക്കൊക്കെ വേണം. അതുപോലെ പ്രീ സ്ട്രെസ് മെമ്പർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീ സ്ട്രെസ് സ്ലാബ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ, ഇപ്പൊ ഞാൻ പറഞ്ഞു 8 മാസം കൊണ്ട് ഒരു പാലപ്പണി പൂർത്തിയാക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ പ്രീ സ്ട്രെസ്ഡ് സ്ലാബ്സ് ആണ്. ഓൾറെഡി പ്രീ സ്ട്രെസ് ചെയ്ത് കൊണ്ടുവരും, ഇൻസ്റ്റാൾ ചെയ്യും, വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് 8 മാസം കൊണ്ട് ഒരു പാലം പൂർത്തിയാക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. Faster completion can be made faster. Cost of material is due to higher grade,
ഹയർ ഗ്രേഡ് സിമെന്റ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുതലാണ്. സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ്. ഇത്തരത്തിലാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. പൈസ കൂടുതൽ, നല്ല ലേബേഴ്സ് വേണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ട്, സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആർ റിക്വയർഡ്. ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ പഠിക്കണം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുക. വേറെ സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കുക, അല്ലെങ്കിൽ മാഷിക്ക് മെസ്സേജ് ചെയ്യുക. See you in the next class. Bye.